കലോത്സവത്തിൻ്റെ മികച്ച കാഴ്ചകളുമായി മാതൃഭൂമി ന്യൂസ് നിങ്ങൾക്ക് മുന്നിലേക്ക് കളിയാട്ടം അവതരിപ്പിക്കുക. 232 മത്സര ഇനങ്ങൾ, 7 ദിവസം നീണ്ട കലോപഹാരം. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേറിട്ട കാഴ്ചകളുമായി കളിയാട്ടത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. One, two, 6 on the stage. നമ്മുടെ നാടിൻ്റെ കലാപാരമ്പര്യം അനുസ്യൂതം പുതുതലമുറ തുടരുന്ന കാഴ്ചയെ നമുക്ക് സ്കൂൾ കലോത്സവം എന്ന് വിളിക്കാം. കഴിഞ്ഞ അരനൂറ്റാണ്ടായി തുടരുന്ന ഈ കലാമാമാങ്കം ഇത്തവണ കണ്ണൂരിൽ അതിൻ്റെ കരുത്ത് തെളിയിച്ചു. കോട്ടയും കടലും സംസ്കൃതിയും എന്തിന് മനുഷ്യനെ ദൈവമാക്കുന്ന സങ്കല്പം വരെ നിറയുന്ന കണ്ണൂർ എന്ന നാട് വടക്കൻ കളരിയുടെ മെയ്വഴക്കത്തോടെ ഈ സ്കൂൾ കലോത്സവത്തെ ഏറ്റെടുത്തു. കലയുടെ ആട്ടത്തിന് കൊടി ഉയർന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാവിരുന്നിന് ചേർന്ന ഘോഷയാത്ര. തെയ്യവും തിറയും നാട് നിറയുന്ന ആരവങ്ങളിലൂടെ കുട്ടികളുടെ കലയ്ക്ക് വേണ്ടി കാതോർത്തു. തിരുവാതിരയും ഒപ്പനയും മാർഗംകളിയും നാടിൻ്റെ ഐക്യത്തിന് വിരുന്നൂട്ടുന്ന കാഴ്ചകളാണ് കലോത്സവത്തിൽ. അത് പൂരക്കളിയും കോൽക്കളിയും കൗമാരക്കരുത്തിൽ ആടിത്തിമിർക്കും. ദഫ്മുട്ട് ഒത്തിണക്കത്തിൻ്റെയും താളത്തിൻ്റെയും കഥയാണ് പറയുക.
177 വ്യക്തിഗത മത്സരങ്ങളാണ് കലോത്സവത്തിലുള്ളത്. അതായത് ഒരു സമയം ഒരു വേദിയിൽ ഒരു മത്സരാർത്ഥി മാത്രം. എന്നാൽ അക്ഷരശ്ലോകം അങ്ങനെയല്ല. ഒരേ വേദിയിൽ ഒരേ സമയം എല്ലാ മത്സരാർത്ഥികളും മത്സരിക്കുന്നതാണ് അക്ഷരശ്ലോകം. അക്ഷരശ്ലോകം ഒരു ഗ്ലാമർ ഇനമൊന്നുമല്ല കലോത്സവ വേദിയിൽ. എങ്കിലും അതിൻ്റേതായ ഒരു രസമുണ്ട് അക്ഷരശ്ലോകം. മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും തിരുവാതിരയുമൊക്കെ അരങ്ങ് തകർക്കുമ്പോഴാണ് ഞങ്ങൾ അക്ഷരശ്ലോക വേദിയിലേക്ക് ചെല്ലുന്നത്. കാണികൾ കുറവായിരുന്നെങ്കിലും ഉള്ളവരധികവും നല്ല ആസ്വാദനത്തിലായിരുന്നു. എന്നെപ്പോലുള്ളവരുണ്ടായിരുന്നു കൂട്ടത്തിൽ. വർഷങ്ങളായി അക്ഷരശ്ലോകം പഠിപ്പിക്കുന്ന സുനിൽകുമാറിന്റെ അക്ഷരസ്ഫുടത ഞങ്ങളെ രക്ഷിച്ചു. അക്ഷരശ്ലോകം ശ്ലോകങ്ങൾ കൊണ്ടുള്ള ഒരു വിനോദ കലയാണ്. കുട്ടികളിലുള്ള മനപാഠവും ഓർമ്മശക്തിയൊക്കെ നന്നായി വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാണ്. സർവാംഗീ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം. 4 വരിയിൽ അർത്ഥം പൂർത്തിയാകുന്ന സംസ്കൃത വൃത്തത്തിൽ എഴുതിയ ശ്ലോകങ്ങളാണിത് ചൊല്ലുന്നത്. ഒരു ശ്ലോകം ചൊല്ലുമ്പോൾ 3-ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കൊണ്ട് അടുത്ത മത്സരാർത്ഥി ശ്ലോകം ചൊല്ലണം. അവൻ സർവവും വിസ്മരിക്കും ആയാസത്താൽ വിയർപ്പിൻ. അപ്പോൾ ആ ശ്ലോകം ചൊല്ലുന്നതിൻ്റെ ഭംഗി, വൃത്തവൈവിധ്യം, പിന്നെ അക്ഷരസ്ഫുടത, അർത്ഥവ്യക്തത, ശ്ലോകങ്ങളുടെ നിലവാരം തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും വിധി നിർണ്ണയം നടത്തുന്നത്. കരളിനൊരു നറും ചൂടു കിട്ടാൻ കൊതിക്കേ. അന്താക്ഷരി ഇതിൻ്റെ ഒരു മാറ്റം വന്ന രൂപം. ഒരുപക്ഷെ സിനിമാ പാട്ട് കൂടുതൽ ജനകീയമായതുകൊണ്ട് അത് വെച്ച് പുതിയ തലമുറ രൂപപ്പെടുത്തിയ ഒരു കലയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നൃത്ത ഇനങ്ങളിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും കേരള നടനവും എല്ലാം വിധികർത്താക്കളെ കുഴയ്ക്കും. കലോത്സവ വേദിയിൽ ഏറ്റവും വലിയ ഗ്ലാമർ ഇനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇത്തരം നൃത്ത ഇനങ്ങൾ തന്നെയാണ്. തിരുമലൈ വാസനിൽ ഉരുവമേ മംഗളായി മലമേൽ നാദനിൻ മനം കവർന്നവളെ. തിരുമലൈ വാസനിൽ ഉരുവമേ, തിരുമലൈ വാസനിൽ ഉരുവമേ. കണ്ണിനും കണ്ണായ ഉണ്ണിക്കു പകരമായി കൺമണി ചൂഴ്ന്നു നൽകിയമ്മ. കണ്ണില്ല എങ്കിലും മണ്ണുണ്ണിയെ ഉൾക്കണ്ണാലെ കണ്ടറിഞ്ഞമ്മ. ശാപം ചൊരിയാനൊരുങ്ങുന്നമ്മ ആദിമഹാശക്തിയമ്മ. ചവിട്ടുനാടകം അധിനിവേശത്തിൻ്റെ പദചലനം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തും. കലോത്സവത്തിൻ്റെ തലപ്പാവാണ് ചവിട്ടുനാടകത്തിലെ ഓരോ രാജാവും. മണ്ണനും